ബില്ലി ഗ്രഹാമിന്റെ ഒരു നിലയിലേക്ക് നമ്മുടെ പറവൂർ സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉയർന്നു കഴിഞ്ഞു എന്നാണ് ആളുകൾ പറയുന്നത്. അതെന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ മാരാമൺ കൺവെൻഷനിൽ സതീശനെ പ്രസംഗിക്കാൻ വിളിച്ചു. പിന്നെ സംഘാടകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സതീശന് കൊടുത്ത ക്ഷണക്കത്ത് മാർത്തോമ സഭ പൂർവ്വകാല പ്രാബല്യത്തോട് പിൻവലിച്ചു ഈ വേദിയിൽ പറഞ്ഞ. ഏതായാലും സതീശന്റെ ഈ സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ ക്രിസ്തീയ വേദികളിൽ അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടും യേശുവിൻ്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ടും നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് ഞാൻ അന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ദീപികയിൽ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്തയുണ്ട്. സതീശനെ എങ്ങനെയാണ് ബൈബിൾ സ്വാധീനിച്ചത്, അഥവാ ബൈബിളിനെ എങ്ങനെയാണ് സതീശൻ സ്വാധീനിച്ചത്, ബൈബിൾ എങ്ങനെയാണ് അദ്ദേഹം മനഃപ്പാഠമാക്കിയത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗതിയിൽ ബൈബിൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത്, അദ്ദേഹം എങ്ങനെയാണ് ഒരു ക്രിസ്തീയ പുരോഹിതനേക്കാളും അല്ലെങ്കിൽ പെന്തിക്കോസ്ത് പാസ്റ്ററേക്കാളും നന്നായിട്ട് ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കാൻ തുടങ്ങിയത് എന്നതിനെ കുറിച്ചൊക്കെ ദീപിക വളരെ വിക്ഷോഭത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.